എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാണ്. നാം ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എന്തൊക്കെ പ്ലാൻ ചെയ്താലും എങ്ങനെയൊക്കെ ചിന്തിച്ചാലും പറ്റി എന്തൊക്കെ പറഞ്ഞാലും ദൈവം നമ്മെക്കുറിച്ച് എന്ത് വിചാരിച്ചിരിക്കുന്നോ അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാവുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അതിനൊരു ഉദാഹരണം കൂടിയാണ് എൻ്റെ ദൈവവിളി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് അതെൻ്റെ ദൈവവിളിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ചെറുപ്പം മുതലേ ഈശോയോടുള്ള സ്നേഹം അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരുന്നു എന്നതാണ് എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പറയാനാവുന്നത്. വാത്സല്യം നിറഞ്ഞ മാതാപിതാക്കളും ഒരു സഹോദരനുമാണ് എനിക്ക്. ഇടുക്കി ജില്ലയിലെ അടിമാലി 1000 ഏക്കർ ഇടവകയിലെ അംഗമാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ പേര് സിസ്റ്റർ ബിൻസി മരിയ DM. ഞാൻ ഡോട്ടേഴ്സ് ഓഫ് മേരി കോൺഗ്രിഗേഷനിലെ സെയിൻറ്റ് ജോസഫ് പ്രോവിൻസ് അംഗമാണ്. ഞങ്ങളുടെ ഈ കോൺഗ്രിഗേഷൻ്റെ മാതൃഭവനം സ്ഥിതി ചെയ്യുന്നത് മാർത്താണ്ഡം എന്ന പ്രദേശത്താണ്. എൻ്റെ ദൈവവിളിയെപ്പറ്റി പറയുകയാണെങ്കിൽ അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുവല്ലോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് അതെൻ്റെ ദൈവവിളി തന്നെയാണ്. കാരണം വളരെ ചെറുപ്പം മുതലേ ഈശോയോടുള്ള സ്നേഹം അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരുന്നു. ഞാൻ ഏകദേശം ഒരു 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈശോയോടുള്ള ആ സ്നേഹം എനിക്ക് ഹൃദയത്തിൽ അനുഭവമായിരുന്നു എന്നുള്ളതാണ് സത്യം. അന്നേ ചെറുപ്പത്തിൽ തന്നെ ഈശോയുടെ സ്നേഹം അനുഭവിക്കുവാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്തി. ഉദാഹരണമായി പറഞ്ഞാൽ, ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ സൺഡേസ് ക്ലാസ് പഠിപ്പിച്ചിരുന്നത് CSNലെ ഒരു സിസ്റ്ററായിരുന്നു. ആ സിസ്റ്റർ ഓരോ ഞായറാഴ്ചയും പറയുന്ന കഥകൾ എൻ്റെ മനസ്സിൽ ഒരു ചിത്രമായി തന്നെ പതിഞ്ഞിരുന്നു. അതുപോലെ ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹം എനിക്ക് ചെറുപ്പത്തിലേ തോന്നിയത് ഈ സിസ്റ്റർ പറഞ്ഞു തന്ന കഥകളിൽ നിന്നായിരുന്നു. വിശുദ്ധ കുർബാനയിലെ ഈശോയെ നോക്കി അൾത്താരയിലൂടെ ആ സിസ്റ്റർ നടന്നു പോകുന്നതും പ്രാർത്ഥിക്കുന്നതും എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ആരും അറിയാതെ പള്ളിയുടെ വാതിലിൻ്റെ സൈഡിൽ വന്ന് ഈ സിസ്റ്റർ ഓൾട്ടറിലൂടെ നടന്നു പോകുന്നത് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. പിന്നീട് കോൺഗ്രിഗേഷൻ ചേർന്നതിന് ശേഷമാണ് ഇതെല്ലാം ഈശോ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച് അവിടുത്തോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കുന്നതിന് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെ ആയി അവിടുന്ന് കരുതി വച്ചിരുന്നതാണെന്ന് ഇപ്പോഴാണ് എനിക്ക് നന്ദിയോടെ അനുസ്മരിക്കാനാവുന്നത്. അതുപോലെ ദിവ്യകാരുണ്യനാഥനായ ഈശോയോട് സംസാരിക്കുന്ന ഒരു പ്രകൃതം എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. സാധാരണ ഒരു കൂട്ടുകാരിയോട് സംസാരിക്കുന്നത് പോലെ ഈശോയോട് സംസാരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. വെറുതെ തനിയെ നടന്നു പോകുമ്പോഴും ആരുമില്ലാത്ത സമയങ്ങളിലും ഉറക്കെ തന്നെ ഞാൻ ഈശോയോട് വർത്തമാനം പറയുമായിരുന്നു. എന്തോ മറുപടി കിട്ടിയോ ഇല്ലയോ അതൊന്നും ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ വെറുതെ സംസാരിക്കുന്ന പ്രകൃതം. അങ്ങനെ വളർന്നു വന്നു. അതിനുശേഷം പിന്നീട് സ്കൂൾ ജീവിതത്തിൽ ഞാനൊരു 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ആദ്യമായി ഈശോയെ സ്വീകരിക്കുന്ന ദിവസം വന്നു ചേർന്നു. ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുവാനായി എന്നെ ഒരുക്കിയതും ആ സിസ്റ്റർ തന്നെയായിരുന്നു. ആ സിസ്റ്റർ വളരെ സ്നേഹത്തോടെ ഈശോ ജീവനുള്ള വ്യക്തിയാണെന്നും എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരും എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വളരെ സ്വീകാര്യമായി തോന്നുകയും വളരെ നന്നായി തന്നെ ഈശോയെ സ്വീകരിക്കാനായി ഒരുങ്ങുകയും ചെയ്തു. സിസ്റ്റർ നന്നായി ഞങ്ങളെ പ്രിപ്പയർ ചെയ്തിരുന്നു. അങ്ങനെ ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ ദിവസം വന്നു. വെള്ളയുടുപ്പെല്ലാം അണിഞ്ഞ് മാതാപിതാക്കളും സഹോദരനും എല്ലാം ചേർന്ന് പള്ളിയിൽ പോയി ഈ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ചതിന് ശേഷം ഞങ്ങൾ ആദ്യ കുർബാന കുട്ടികളെ മാത്രം ചേർത്തിരുത്തി സിസ്റ്റർ ഓൾട്ടറിലേക്ക് ക്ഷണിച്ച് അവിടെ മുട്ടുകുത്തി നിൽക്കുവാൻ പറഞ്ഞിട്ട് ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലിത്തന്നു. ആ സമയത്ത് എനിക്കൊരു വല്ലാത്ത അനുഭവമുണ്ടായി. എന്താണെന്നറിയില്ല, ഞാൻ ആ സമയം മുഴുവൻ കരയുകയായിരുന്നു. എന്തോ ഒരു വലിയ അനുഭവം എനിക്ക് ആ സമയത്ത് ഉണ്ടായി. അതും
അതുമുതൽ എനിക്ക് ദിവ്യകാരുണ്യ ഈശോയോടുള്ള വലിയൊരു അടുപ്പത്തിൽ ആയിത്തീരുവാൻ ഇടയായിട്ടുണ്ട്. അതിനുശേഷമെല്ലാം വിശുദ്ധ കുർബാനയുടെ സമയത്തെല്ലാം വൈദികൻ തിരുവോസ്തി ഉയർത്തുന്ന സമയത്തെല്ലാം ഈശോ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരനുഭവം തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിരുന്നത്. അങ്ങനെ ഞാൻ വളർന്നു വന്നു. പക്ഷേ ഞാൻ ആ സമയത്തൊന്നും സിസ്റ്റർ ആകുന്നതിനെ പറ്റിയോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ചെറുപ്പത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എന്നെ ഒരു വൈദികനാക്കണമേ എന്നായിരുന്നു. കാരണം ഇടവകയോടും ഇടവകയിലെ വൈദികരോടുമെല്ലാം വളരെയധികം സ്നേഹമുള്ളവരായിരുന്നു എൻ്റെ മാതാപിതാക്കൾ. അവർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കണം അങ്ങനെ പ്രാർത്ഥിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്, അറിഞ്ഞുകൂടാ. അതിനുശേഷം സ്കൂൾ ജീവിതം പൂർത്തിയാക്കി 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മഠത്തിൽ പോകണമെന്ന ആഗ്രഹം മാതാപിതാക്കളെ അറിയിച്ചു. പക്ഷേ വീട്ടിൽ നിന്ന് എനിക്ക് എതിർപ്പാണ് ഉണ്ടായത്. കാരണം മാതാപിതാക്കൾക്ക് ഞാനൊരു മകളാണ്, എന്നെ മഠത്തിൽ വിടാനോ സിസ്റ്ററാക്കാനോ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കുകയും എല്ലാവർക്കും ഇങ്ങനെ മനസ്സിൽ തോന്നുന്നതാണ്, കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും എന്ന് പറഞ്ഞ് വീണ്ടും പ്രീ ഡിഗ്രി പഠിക്കുവാനായി എന്നെ കോളേജിൽ ചേർത്തു. പഠിച്ചു കഴിഞ്ഞ് ആഗ്രഹം തോന്നുകയാണെങ്കിൽ വിടാമെന്നായിരുന്നു ചാച്ചൻ്റെ വാഗ്ദാനം. അങ്ങനെ എന്നെ 1ാം ക്ലാസ്സിൽ വേദപാഠം പഠിപ്പിച്ച സിസ്റ്റർ എന്നെ തേടി വന്നിരുന്നു. സിസ്റ്റർ പറഞ്ഞു, എന്താണെങ്കിലും ഈ കുട്ടി മഠത്തിൽ ചേരുകയുള്ളൂ, ഇതിനെ നിരുത്സാഹപ്പെടുത്തരുത് എന്ന് സംസാരിച്ചെങ്കിലും വീട്ടിൽ സമ്മതിച്ചില്ല. അങ്ങനെ പ്രീ ഡിഗ്രി പഠിക്കുവാനായി സ്റ്റെല്ല മേരീസ് കോളേജിൽ ചേർന്നു. പ്രീ ഡിഗ്രി പഠനത്തിനിടയിൽ ഞാനും ഈശോയും തമ്മിൽ വളരെ ഹൃദയ സംഭാഷണങ്ങൾ നടത്തിയിരുന്നത് ആ കോളേജിൻ്റെ ചാപ്പലിലായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കൾക്ക് മാത്രമാണ് ഞാൻ മഠത്തിൽ പോകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നത്. അവരോട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, മറ്റു കുട്ടികൾക്കൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ അത് മനസ്സിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇടക്കാലത്ത് എൻ്റെ മനസ്സിൽ ഒരു സംശയമുണ്ടായി. ശരിക്കും ഈശോയുടെ മണവാട്ടിയാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത്? അങ്ങനെ സംശയമുണ്ടായി. ഞാൻ എൻ്റെ മുറിയിൽ കടന്ന് കുറച്ച് സമയം കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ബൈബിൾ ഇങ്ങനെ തുറന്നെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഏശയ്യ 54:5, നിൻ്റെ സൃഷ്ടാവാണ് നിൻ്റെ ഭർത്താവ് എന്നുള്ള ആ തിരുവചനമായിരുന്നു. എനിക്ക് എന്തെന്നില്ലാത്ത ഒരാഹ്ലാദമായിരുന്നു ആ സമയത്ത്. എൻ്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്നോട് സംസാരിച്ച അതേ അനുഭവം. കാരണം അങ്ങനെ ഒരു മാനസിക സംഘർഷത്തിലൂടെയായിരുന്നു ആ സമയത്ത് ഞാൻ കടന്നുപോയതും. അതിനുശേഷം പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ ഉടനെ തന്നെ ഞാൻ എൻ്റെ മുറിയിൽ കയറുകയോ അല്ലെങ്കിൽ ആ കോളേജിൻ്റെ ചാപ്പലിലേക്ക് ചെന്നിട്ട് ഇതുപോലെ തിരുവചനം തുറന്നെടുത്ത് ഈശോ സംസാരിക്കുന്നത് കേൾക്കാൻ വലിയ താല്പര്യത്തോടു കൂടി ഞാൻ പോയിരുന്നു. പിന്നീട് പലപ്പോഴും ഈശോ എന്നോട് ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. തിരുവചനത്തിലൂടെ കറക്റ്റ് സമയത്ത് ഈശോ സംസാരിക്കുന്നത് അങ്ങനെ എനിക്ക് ജീവിതത്തിൽ ഒരു അനുഭവമായി തീർന്നു. അതെൻ്റെ ജീവിതത്തിലെ എൻ്റെ വളർച്ചയ്ക്കുള്ള ചവിട്ടുപടികളായിരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ് എന്നിങ്ങനെയുള്ള തിരുവചനങ്ങൾ. അതുപോലെ മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂ പോലെയാണ് കന്യകുമാരുടെ ഇടയിൽ എൻ്റെ ഓമന എന്നിങ്ങനെയുള്ള തിരുവചനങ്ങൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഈശോ സംസാരിച്ചിരുന്നതായി തന്നെ ആ തിരുവചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് കോളേജിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എല്ലാം ഞാനതിങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഈവൻ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ പോലും ഈ വചനം എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ആരും അറിയാതെ വളരെ സന്തോഷപൂർവ്വം സൂക്ഷിച്ചിരുന്നത് ഞാനിപ്പോൾ ഓർക്കുന്നു. അങ്ങനെ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ഞാൻ എൻ്റെ ചാച്ചൻ്റെ അടുത്ത് വന്ന് എനിക്കിങ്ങനെ മഠത്തിൽ പോകണം, എനിക്ക് മറ്റാഗ്രഹങ്ങളൊന്നുമില്ല, എനിക്ക് ഈശോയുടെ മണവാട്ടിയായിട്ട് ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് അവിടുന്ന് പ്രോത്സാഹനമൊന്നും ലഭിച്ചില്ല. ചാച്ചൻ പറഞ്ഞു, അത് സിസ്റ്റേഴ്സിനോടൊക്കെ കൂടുതൽ ഇങ്ങനെ ഇടപെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ്. ഇത് ദൈവത്തിൻ്റെ ഹിതമായിട്ടൊന്നും കരുതാനൊന്നും സാധിക്കത്തില്ല. നീ നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഒരു ഡിഗ്രിയൊക്കെ കഴിയുമ്പോൾ മനസ്സിൽ അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് ദൈവം തരുന്ന തോന്നലായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് അതെൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു വേദനയായി തീർന്നു. എനിക്ക് എങ്ങനെയെങ്കിലും മടത്തി വന്നാൽ മതി എന്നുള്ള ആഗ്രഹത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ
മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരം ലഭിക്കുന്നത്. അതിനുശേഷം പിന്നെ അതേ കോളേജിൽ തന്നെ ഡിഗ്രി പഠനത്തിനായി ഞാൻ ചേർന്നു. ഞാൻ അതിനുവേണ്ടി നിർബന്ധിതയായി എന്ന് വേണം പറയാൻ. അങ്ങനെ കോളേജിൽ ചേർന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവാനുഗ്രഹത്താൽ ജീസസ് യൂത്ത് എന്ന സംഘടനയിൽ അംഗമാകുവാനും അങ്ങനെ ജീസസ് യൂത്ത് അതിൽ പ്രവർത്തിക്കുവാനും ഈശോ എനിക്ക് ഇടവരുത്തി. ഇത് എൻ്റെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു എന്ന് വേണം പറയാൻ. ഈ കോളേജ് ജീവിതം ഞാൻ വളരെ ആസ്വാദികരമായി അനുഭവിച്ച ഒരു ജീവിതമായിരുന്നു കോളേജ് ലൈഫ്. ഈ 3 വർഷവും ഞാൻ ആരോടും കത്തിപ്പോകുന്ന കാര്യം സംസാരിച്ചേയില്ല. അത് ഞാൻ എൻ്റെ ഈശോയോട് മാത്രമേ പറഞ്ഞുള്ളൂ. എൻ്റെ ഉറ്റ സുഹൃത്തിനോട് പോലും ഞാൻ ഇതേക്കുറിച്ച് ഈ 3 വർഷത്തിനിടയിൽ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ആ 3 വർഷം വളരെ സന്തോഷപൂർവ്വം ഈശോയോടൊത്തുള്ള ഒരു നല്ലൊരു ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോയി. പിന്നീട് ജീസസ് യൂത്തിൻ്റെ പല പ്രോഗ്രാമിലും ലീഡർഷിപ്പ് പ്രോഗ്രാം അല്ലെങ്കിൽ ധ്യാനം ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ അവരെ സഹായിക്കാനായിട്ട് കൂടെ പോകുവാൻ ദൈവം എനിക്ക് ഇടവരുത്തി. അങ്ങനെ ദൈവം എന്നെ പടിപടിയായിട്ട് വളർത്തിക്കൊണ്ടുവന്നു. അതിനുശേഷം ഡിഗ്രി പഠനം പൂർത്തിയാക്കി ഞാൻ വീണ്ടും വീട്ടിൽ നിന്ന് പെർമിഷന് വേണ്ടി ചോദിച്ചപ്പോൾ എനിക്ക് വളരെ നിരാശാജനകമായ ഉത്തരമാണ് ലഭിച്ചത്. ഇനിയും സമ്മതിക്കുന്നില്ല, ഇനിയും നീ പോകണ്ട, അത് അങ്ങനെ പോയാൽ ശരിയാകുകയില്ല എന്നുള്ളൊരു ഇതിൽ തന്നെയല്ല, എന്നെ ഒരു നല്ലൊരു വിവാഹ ജീവിതത്തിന് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ അവരുടെ മനസ്സിൽ, എൻ്റെ മാതാപിതാക്കളുടെ മനസ്സിൽ ഞാൻ നല്ലൊരു വിവാഹ ജീവിതം കഴിച്ച് നന്നായിട്ട് ഒരു കുടുംബജീവിതം നയിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും എൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും എനിക്ക് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ദൂരെ പോയി ഈശോയെ അറിയാത്ത മക്കളെ അറിയിക്കണം എന്നുള്ളൊരു ആഗ്രഹവുമാണ് ഉണ്ടായിരുന്നത്. ഡിഗ്രി പഠനത്തിന് ശേഷം മാതാപിതാക്കളിൽ നിന്ന് വീണ്ടും അനുവാദം ലഭിക്കാതിരുന്ന എനിക്ക് വീണ്ടും പഠിക്കണം എന്ന നിയോഗമാണ് വന്നു ചേർന്നത്. എനിക്ക് വളരെയധികം പ്രയാസം തോന്നി. എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തു പോയി ഈശോയ്ക്ക് വേണ്ടി ഈശോയെ അറിയാത്ത മക്കളെ ഈശോയുടെ നാമം അറിയിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം എൻ്റെ ഉള്ളിൽ തോന്നി. അത് സാധിക്കാത്തതിലുള്ള ഒരു വലിയ സങ്കടവും എനിക്ക് അനുഭവപ്പെട്ടു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിൽ തോന്നിയത് മാതാപിതാക്കൾ പറഞ്ഞത് അനുസരിക്കാം എന്ന് തന്നെയായിരുന്നു. അങ്ങനെ വീണ്ടും PG പഠനത്തിനായി അടുത്തുള്ള ഒരു പ്രൈവറ്റ് കോളേജിൽ വീണ്ടും അഡ്മിഷൻ എടുത്തു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ പള്ളിയിൽ ഏകസ്ഥരായിട്ടുള്ള സിസ്റ്റേഴ്സ് വന്ന് ശുശ്രൂഷ ചെയ്തിരുന്നു. ആ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ചില ദിവസങ്ങളിലൊക്കെ പോയി താമസിക്കുവാനായിട്ടും അവരുടെ കൂടെ പ്രാർത്ഥിക്കുവാനായിട്ടും ദൈവം എനിക്ക് വലിയ അവസരങ്ങൾ നൽകി. അതും എൻ്റെ ജീവിതത്തിൽ ദൈവാനുഭവത്തിലേക്ക്, ദൈവത്തിൻ്റെ വഴികളിലേക്ക് എന്നെ തിരിച്ചുവിട്ട ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായിരുന്നുവെന്ന് തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഏകസ്ഥർ സിസ്റ്റേഴ്സിനോടൊപ്പം ചില ദിവസങ്ങളിൽ പോയി താമസിക്കുവാനും അവരോടൊപ്പം പ്രാർത്ഥിക്കുവാനും ഈശോ എനിക്ക് അനുഗ്രഹം തന്നു. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവ് കൂടിയായിരുന്നു ഈ സിസ്റ്റേഴ്സിൻ്റെ കൂടെയുള്ള പ്രാർത്ഥനയും അവരുടെ കൂടെയുള്ള സഹവാസവും. വളരെയധികം നേരം പ്രാർത്ഥിച്ചിരുന്ന ആ സിസ്റ്റേഴ്സ് ഓരോ കാര്യവും ചെയ്തിരുന്നത് ഈശോയോട് ചോദിച്ചിട്ടായിരുന്നു. അതെന്നെ വല്ലാതെ ആകർഷിച്ചു. ഞാനും ഇതുപോലെ ഈശോയോട് ചോദിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണം, എങ്ങനെയെങ്കിലും ഈ സ്ഥലത്ത് നിന്ന് ഈശോയെ അറിയാത്ത മറ്റൊരു സ്ഥലത്തേക്ക് പോയി എനിക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം എന്നൊരു അതിയായ ആഗ്രഹം അതുമൂലം മനസ്സിലുണ്ടായി. അങ്ങനെ ഒരു ദിവസം ഞാനവിടെ തങ്ങി പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ ആ സിസ്റ്റേഴ്സ് മെസ്സേജ് എടുക്കും. ആ സമയത്ത് ഒരു മെസ്സേജ് കിട്ടി, മേരി മക്കൾ എന്നെഴുതിയിരിക്കുന്ന ഒരു സ്ഥലത്ത് മോള് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്ന് ആ സിസ്റ്റർ പറയുകയുണ്ടായി. എനിക്ക് പ്രത്യേകിച്ച് ആ സമയത്തൊന്നും തോന്നിയില്ല. എനിക്ക് മാതാവിനോട് വലിയ ഭക്തിയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സന്ദേശം ലഭിച്ചതെന്ന് വിചാരിച്ച് മാതാവെ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും ഈശോയോട് തന്നെ വർത്താനം പറയുന്ന ആ രീതി തുടർന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം മാതാവിനോടുള്ള ഒരു വലിയ ഭക്തി എൻ്റെ ജീവിതത്തിൽ
ഉണ്ടായി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ഈ പഠനത്തിനിടയിൽ പലപ്പോഴും എൻ്റെ മനസ്സിൽ വീണ്ടും എനിക്ക് ദൈവവിളി ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ എന്നെ വീട്ടിലുള്ളവർ തടസ്സപ്പെടുത്തുന്നത്, പോകണ്ട എന്നവർ ആഗ്രഹിക്കുന്നതെന്ന് അറിയുവാൻ പലപ്പോഴും വീണ്ടും ഞാൻ ബൈബിൾ തുറന്നിട്ടുണ്ട്. തുറന്ന അവസരങ്ങളിലെല്ലാം ഒരിക്കൽ പോലും എനിക്ക് പോകേണ്ട എന്നൊരു മെസ്സേജ് കിട്ടിയിട്ടില്ല. എപ്പോഴും ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ട്, നീ എൻ്റേതാണ്, നീ എൻ്റേത് മാത്രമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവാണ് നിൻ്റെ മുൻപിൽ നിൽക്കുന്നത് എന്നുള്ള വചനങ്ങളൊക്കെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ആ സമയത്ത് വളരെ ആശ്വാസം പകരുന്ന ഒന്നായിരുന്നു. അങ്ങനെ ഒരിക്കൽ വീട്ടിലായിരിക്കുമ്പോൾ തന്നെ പല സ്വപ്നങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ വലിയ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ എന്തോ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളും കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളുമൊക്കെ മനസ്സിൽ അങ്ങനെ സ്വപ്നമായി കണ്ടത് മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ മേരി മക്കൾ സമൂഹത്തിലേക്ക് വരുവാനായിട്ട് എനിക്ക് അവിടെ മേരി മക്കൾ ആരുമില്ല. ഞാൻ ഈ സമൂഹത്തിലെ ഒരു സിസ്റ്റേഴ്സിനെ പോലും കണ്ടിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ MA ഫസ്റ്റ് ഇയർ പഠനം പൂർത്തിയാക്കി എക്സാം കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ചാച്ചൻ അറേഞ്ച് ചെയ്ത് ഒരു വിവാഹാലോചന വരികയാണ്. വളരെയധികം ടെൻഷൻ അടിച്ച് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയോട് മാത്രം പറഞ്ഞു, എനിക്കിത് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്, എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല, ഞാൻ ഈശോയ്ക്ക് എന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ചതാണ്, ഇനി എങ്ങനെയാണ് ഞാൻ ഒരാളുടെ മുമ്പിൽ പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ വെള്ളിയാഴ്ച കോളേജിൽ നിന്ന് പോകുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവളെന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നീ മറ്റൊന്നും മനസ്സിൽ വിചാരിക്കേണ്ട, നിൻ്റെ ചാച്ചൻ നിന്നെ വേറൊന്നിനും വിടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. അങ്ങനെ ഒരു ഉത്തരമാണ് അവൾ എനിക്ക് തന്നത്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. ഞായറാഴ്ച എന്നെ കാണുവാനായിട്ട് ആ പയ്യൻ വന്നു. ആ പയ്യനെ ഇഷ്ടപ്പെട്ട് തിരിച്ചുപോയി. ഇത് ഞാനും അതുവരെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഈശോ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് എന്നെ വേണ്ടാന്ന് പറയും, ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ ഇത് സംഭവം ആകെ തിരിമറിയായി. ഇനി എന്ത് ചെയ്യും മനസ്സിൽ. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് വന്നേക്കാമെന്ന് പറഞ്ഞാണ് ഈ പയ്യനെ അയച്ചത്. അതിനുശേഷം പിന്നീട് അതിനുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ വളരെയധികം വേദനയോടുകൂടി എൻ്റെ ആത്മീയ പിതാവിനോട് ഈ കാര്യം ഷെയർ ചെയ്തു. അതുപോലെ ഞങ്ങളുടെ ഇടവകയിലെ അച്ഛനോടും. ഞങ്ങളുടെ ഇടവകയിൽ അപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട ജോർജ് തച്ചിലച്ഛനാണ്. അച്ഛനോട് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈശോയുടെ മണവാട്ടിയായിട്ട് ഒരു സിസ്റ്ററായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അച്ഛൻ അതേക്കുറിച്ച് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. നീ പ്രാർത്ഥിക്കുക, ഈശോ നിനക്ക് എന്താണെന്ന് വെളിപ്പെടുത്തി തരും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ആ സമയത്തും ഇത് ഞാൻ ഷെയർ ചെയ്തു. അച്ഛൻ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും അതേക്കുറിച്ച് വളരെ എനിക്ക് ഒരു സപ്പോർട്ട് ലഭിക്കുന്ന രീതിയിൽ ഒരു മറുപടി ആ സമയത്തും എനിക്ക് കിട്ടിയില്ല. പക്ഷേ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്ന് പിന്നീടാണ് എനിക്കറിയാൻ സാധിച്ചത്. അങ്ങനെ ആ പയ്യൻ്റെ വീട്ടിൽ പോയി ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ ചാച്ചന് മാത്രം ആ വീട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എന്തോ ഒരു നിസ്സാര കാരണത്തിൻ്റെ പേരിൽ തിരിച്ചു വരികയാണ്. ഈ സമയം ഞാൻ ആത്മീയ പിതാവിനോട് ഷെയർ ചെയ്ത കാര്യമൊന്നും എൻ്റെ ചാച്ചന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ വൈകുന്നേരം വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ഈ അച്ഛനെ ചാച്ചനും അറിയാം. ഞങ്ങളുടെ അടുത്ത ഇടവകയിലാണ് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നത്, ഫാദർ പോൾ മൈലിക്കച്ചാലിൽ. അച്ഛനെ ഫോൺ വിളിച്ചു. ചാച്ചൻ വളരെ കാഷ്വലായിട്ട് സംസാരിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പഠിച്ചു കഴിഞ്ഞിട്ട് പോരെ, ഇപ്പോൾ ആലോചിക്കണോ, പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നല്ലത് എന്നിങ്ങനെ ഒരു അഭിപ്രായം ചാച്ചനോട് പറഞ്ഞു. വൈദികരെ വളരെയേറെ ബഹുമാനിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ചാച്ചൻ ആ അച്ഛൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം പോലെ സ്വീകരിച്ച് അങ്ങനെ പിന്നീടുള്ള വിവാഹാലോചനകൾ സ്റ്റോപ്പ് ചെയ്തു. അതോടെ എനിക്ക് വളരെ സന്തോഷമായി. ഈശോ എനിക്ക് സപ്പോർട്ടുണ്ട്, എൻ്റെ കൂടെ ഈശോ നടക്കുന്നുണ്ട്, എന്നെ ഈശോ കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇങ്ങനെ ഒരു വളരെ പ്രത്യാശയോടെ ഞാനങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് കാണും. ആ സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ ഈ അച്ഛനോട് ഷെയർ ചെയ്ത കാര്യം ചാച്ചൻ അറിഞ്ഞു. അതിനുശേഷമാണ് അച്ഛൻ ഇങ്ങനെ മറുപടി പറഞ്ഞതെന്നറിഞ്ഞ് വീണ്ടും വിവാഹാലോചനകൾ പുനരാരംഭിച്ചു. അങ്ങനെ വീണ്ടും
കാണുവാനായിട്ട് പയ്യന്മാർ വന്നു. ആ സമയത്ത് ഞാൻ കള്ളം പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെ ഈശോ എന്നെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി ഈ സന്യാസ ജീവിതത്തിലേക്ക്, ഈ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് ബഹുമാനപ്പെട്ട ജോർജ് തച്ചിലച്ഛൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കാൻ പറയാനായിട്ട് ചാച്ചനും ഞാനും ഈ ഏകസ്ഥർ സിസ്റ്റേഴ്സും ഉണ്ട്, അവരും കൂടെ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാനിങ്ങനെ പരീക്ഷ എഴുതാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവളെ നല്ലൊരു സ്ഥലത്ത് വിടണമല്ലോ എന്ന്. ഇത് കേട്ടപ്പോൾ ശരിക്കും എൻ്റെ മനസ്സിലൊരു ഇടിവാള് മിന്നുന്ന അനുഭവമായിരുന്നു. കാരണം ഇനിയും വേറെ ഏതോ പയ്യന്മാരെ കണ്ടുവച്ചിട്ടുണ്ട്, അത് ചാച്ചനോട് പറയും, അങ്ങനെ ഒരു ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ പോയത്. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഒരു എക്സാം കഴിഞ്ഞു, നിർമ്മല കോളേജിലാണ് എക്സാം. ഞാനവിടെ ഹോസ്റ്റലിൽ താമസിച്ച് പരീക്ഷ എഴുതുകയാണ്. ഒരു എക്സാം കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലിലേക്ക് ഒരു ഫോൺ വന്നു. അന്നിങ്ങനെ സെൽഫോണൊന്നും ഇല്ലല്ലോ. ഫോൺ വന്നിട്ട് വല്ലാതെ ചാച്ചനെ ഒരിക്കലും ഇല്ലാത്ത പോലെ എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. ദേഷ്യപ്പെട്ടിട്ട്, നീ ഇത് എന്ത് വിചാരിച്ചോണ്ടാ, ഞങ്ങളെ പറ്റിക്കുവാണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിച്ചു. അപ്പോൾ എന്താ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ പറഞ്ഞു, പള്ളിയിലെ അച്ഛനും 2 സിസ്റ്റേഴ്സും കൂടെ വീട്ടിൽ വന്നിട്ടുണ്ട്, നീ മടത്തി ചേരുവാന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചാച്ചനോട് പറഞ്ഞു, എന്നോട് അവരോടൊന്നും പറയരുത്, അവരെ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. 2 ദിവസം കഴിഞ്ഞ് ഞാൻ എക്സാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അവർ വീട്ടിലൊന്ന് വരാൻ പറയണം, അത്രമാത്രം ചാച്ചൻ ചെയ്താൽ മതി. ഞാൻ അവരുടെ അടുത്തൊന്ന് സംസാരിക്കട്ടെ, എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ദേഷ്യപ്പെട്ടാണെങ്കിലും ചാച്ചൻ ഫോൺ വെച്ചു. അതിനുശേഷം അവരോട് എക്സാം കഴിയുന്ന ഡേറ്റൊക്കെ പറഞ്ഞ് തിരിച്ചു വിട്ടു. പിന്നീട് ഞാൻ പരീക്ഷ കഴിയുന്നത് നോക്കിയിരിക്കുകയാണ്. ആ ഹോസ്റ്റലിൽ ചാപ്പലിൽ ഞാൻ വെറുതെ പോയിരുന്ന് പ്രാർത്ഥനയാണ്, ഒന്നും പഠിക്കുന്നില്ല. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട് വന്ന് എന്നോട് ചോദിച്ചു, നീ എന്താ ഒന്നും പഠിക്കാത്തത്, എക്സാം അല്ലേ ഇത്, ഫൈനൽ എക്സാം അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പോകണം, അത് എവിടെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി വീട്ടിൽ പോയി നിൽക്കാനും ഒരു നിവൃത്തിയില്ല, കാരണം നിന്ന് കഴിഞ്ഞാൽ ഉടനെ കല്യാണം വരും, അതിനുള്ള എല്ലാ സജ്ജീകരണം വീട്ടിൽ റെഡി ആയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ വന്ന് ഞാൻ പിറ്റേ ദിവസം തന്നെ ഡ്രസ്സെല്ലാം അലക്കി സെറ്റ് ചെയ്തു. ആ സമയത്ത് അതിരാവിലെ പിറ്റേ ദിവസം സിസ്റ്റർ അൽഫോൻസ് മരിയ DM-ലെ സിസ്റ്ററാണ്. സിസ്റ്റർ എന്നെ തേടി വരികയാണ് വീട്ടിൽ. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ രാവിലെ സിസ്റ്റർ വീട്ടിലെത്തി. അതിനുശേഷം എനിക്ക് വളരെ സന്തോഷമായി സിസ്റ്ററിനെ കണ്ടു കഴിഞ്ഞപ്പോൾ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു DM സിസ്റ്ററിനെ കാണുന്നത്. അങ്ങനെ സിസ്റ്റർ വീട്ടിൽ വന്ന് സംസാരിച്ചു. അതുവരെ അങ്ങനെ ഞാൻ പോകുമെന്നായപ്പോൾ എന്തോ എൻ്റെ മാതാപിതാക്കൾ അത് ദൈവഹിതമായതിനാൽ തന്നെ ആയിരിക്കണം, ദൈവം തന്നെ സജ്ജീകരിച്ചതാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അവർ അന്നേരം എന്നെ എതിർത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ആങ്ങൾ ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു. ഭയങ്കര സങ്കടമായിപ്പോയി. പുള്ളിക്ക് ഒരു നിവൃത്തിയില്ല എന്നെ പിടിച്ചു നിർത്താനായിട്ട്. അങ്ങനെ ചേട്ടായി മാത്രം എൻ്റെ അടുത്ത് 2 വർഷത്തിന് ശേഷമാണ് പിന്നീട് സംസാരിച്ചത് പോലും. അല്ലെങ്കിൽ പുള്ളി വെളിയിലായിരുന്നു. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇല്ല, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമായിരുന്നു. ഒരു 15 ദിവസത്തിനിടയിൽ ഞങ്ങൾ ലെറ്റേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുമായിരുന്നു. പക്ഷേ അതെല്ലാം സ്റ്റോപ്പായി, മഠത്തിൽ വന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് സിസ്റ്റർ എല്ലാവരെയും ചേർത്ത് ഒരു പ്രാർത്ഥന നടത്തി. ഞങ്ങൾ പ്രാർത്ഥിച്ചു. വീട്ടിലുള്ളവരെല്ലാം വളരെ സങ്കടത്തിലായിരുന്നു. എൻ്റെ അമ്മ എന്നോട് വന്ന് പറഞ്ഞു, അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരാഴ്ച 2-3 ദിവസം നിന്നിട്ട് ഫോൺ വിളിച്ചാൽ മതി, ചാച്ചൻ അവിടെ വന്ന് തിരിച്ചു കൊണ്ടുവന്നോളും. ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ ആ സിസ്റ്ററിൻ്റെ കൂടെ പോന്നു. അങ്ങനെ ഈ മാർത്താണ്ഡത്ത് വന്നു ചേർന്നു. അങ്ങനെ കാലങ്ങളായി കാത്തിരുന്ന ആ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ സംഭവം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതം, മാർത്താണ്ഡത്ത് വന്നു ചേരുക എന്നുള്ള ആ ദൈവനിയോഗം അന്ന് സാധിച്ചു. മാർത്താണ്ഡത്ത് എത്തിച്ചേർന്നു. അതിനുശേഷം ആദ്യത്തെ വർഷം ഈ മാർത്താണ്ഡത്തിൽ തന്നെയായിരുന്നു പരിശീലനം, ആസ്പിരൻസി. ആ സമയത്ത് ഒരു വലിയ സംഭവം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരികയാണ്. സിസ്റ്റർ നവീൻ്റെ കൂടെ ചെറുപ്പാലൂർ ഇടവകയിൽ ഹൗസ് വിസിറ്റിന് വേണ്ടി ഞാനൊരു ഫസ്റ്റ് ഇയർ കാൻഡിഡേറ്റ് ആയിരിക്കുമ്പോൾ പോയ സംഭവം. അങ്ങനെ ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ അതിൻ്റെ മുറ്റത്ത് ചെന്നപ്പോഴേ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ എനിക്കിവിടെ നേരത്തെ പരിചയമുണ്ട്,
എന്തോ ഞാൻ കണ്ടിട്ടുള്ള വീടാണിത്, അങ്ങനെയൊക്കെ ഞാൻ എന്തൊക്കെയോ പറയുകയാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഒരിക്കലുമില്ല, ഒരിക്കലും കണ്ടിട്ടില്ല, കാരണം ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്, അങ്ങനെ പറഞ്ഞു. പക്ഷേ ആ വീട് എനിക്ക് അറിയാമായിരുന്നു. ആ വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്നെ ഈശോയെ നീ എവിടെയെങ്കിലും നിനക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി അയക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത്, ആ സമയത്ത് ഇങ്ങനെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ആഗ്രഹം ഈശോയോട് ഞാൻ എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനൊരു സ്വപ്നം കണ്ടതാണ്. ഈ വീട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, ആ വീട്ടിലുള്ള എല്ലാ സാമഗ്രികളും ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, പക്ഷേ ആ വീട്ടിലുള്ള ആളുകൾ വ്യത്യാസമായിട്ടിരിക്കുന്നു. ആ വീടും അതിൻ്റെ പരിസരവും എല്ലാം അതുപോലെ തന്നെ പച്ചകെടാതെ എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എന്നെ അയച്ചിരിക്കുന്നത് ഇങ്ങോട്ട് തന്നെയാണ്. ഈ ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം എന്നെ ഇതുവരെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തി വെച്ചിരുന്നതെന്ന് വലിയൊരു അവബോധം എൻ്റെ മനസ്സിലുണ്ടായി. അത് ഓർക്കുമ്പോൾ ഇന്നും എനിക്ക് വളരെ നന്ദിയാണ് ഈശോയോട്. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സ്വപ്നം, നമ്മൾ എത്രയോ സ്വപ്നങ്ങൾ കാണുന്നു, പക്ഷേ ഈ ഒരു സ്വപ്നം എൻ്റെ മനസ്സിൽ അങ്ങനെ നിലനിന്നു എന്നുള്ളതാണ് ദൈവം എനിക്ക് നൽകിയതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ സാധിക്കുവാനായിട്ട് ഇടയായത്. അതിന് ഞാൻ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുകയാണ്. അങ്ങനെ ഭവന സന്ദർശനം നടത്തിയത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഇൻസ്പിറേഷനായിരുന്നു. അതെൻ്റെ ഒരു സ്വപ്നം കൂടിയായിരുന്നു. കാരണം അറിയാതെയാണെങ്കിലും ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇങ്ങനെ ഭവനങ്ങൾ തോറും കയറിയിറങ്ങി ഈശോയെ അറിയിക്കുക എന്നുള്ളത് എനിക്കൊരു ആഘോഷവും എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു ആദർശത്തിൻ്റെ ഭാഗവും കൂടി ആയിത്തീർന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, നന്നായി ഞാൻ എൻജോയ് ചെയ്തു. അന്നത്തെ ദിവസം ഒരുപാട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് അങ്ങനെ തിരിച്ച് ഈ മാർത്താണ്ഡ ഭവനത്തിൽ എത്തിച്ചേർന്നു. പിന്നീട് 2-3 ദിവസങ്ങൾക്ക് ശേഷം ഇവിടെയുള്ള മാതാവിൻ്റെ ഗ്രോട്ടോയിൽ എല്ലാ ദിവസവും ഭക്ഷണത്തിന് ശേഷം സിസ്റ്റേഴ്സും ഞങ്ങൾ കാൻഡിഡേറ്റ്സും ചേർന്ന് നിന്ന് മാതാവിൻ്റെ പാട്ട് പാടും. ആ സമയത്ത് പാട്ട് പാടിക്കൊണ്ട് നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും തോന്നി, ആ പഴയ ഇതിനു മുമ്പ് ഞാൻ ഷെയർ ചെയ്തിരുന്നല്ലോ, ഒരു മേരി മക്കൾ എന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്ഥലത്ത് കൊച്ചു നിൽക്കുന്നതായി കാണുന്നുവെന്ന് ആ സിസ്റ്റർ ഒരു മെസ്സേജ് പറഞ്ഞത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് അതിങ്ങ് കടന്നു വന്നു. എനിക്ക് ഒത്തിരി എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം എല്ലാം കൊണ്ടും ഈശോ എന്നെ ഈ ഒരു ഭവനത്തിലേക്ക്, ഈ ഒരു കോൺഗ്രിഗേഷനിലേക്ക് കൊണ്ടുവരുവാനായിട്ട് എത്രയോ നാളാണ് ഒരുക്കിയത്. അങ്ങനെ ഒരുക്കിയാണ് ഈശോ ഈ കോൺഗ്രിഗേഷനിൽ എന്നെ എത്തിച്ചത്. എനിക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മിഷൻ പ്രവർത്തനം, ഈ മിഷന് വേണ്ടി തന്നെയുള്ള ഒരു കോൺഗ്രിഗേഷനാണ് ഇത് എന്നൊക്കെയും ബഹുമാനപ്പെട്ട മോൺസിഞ്ഞൂർ ജോസഫ് കുഴിഞ്ഞാലിൽ അച്ഛനും മദർ മേരി കല്ലറയ്ക്കലും ഒക്കെയാണ് ഈ കോൺഗ്രിഗേഷൻ തുടങ്ങിയതെന്നും, അങ്ങനെ ഇതിൻ്റെ തുടക്കത്തിലുള്ള സിസ്റ്റേഴ്സ് എല്ലാവരും വളരെയധികം കഷ്ടതകൾ സഹിച്ച് ഓരോ പ്രദേശങ്ങൾ കാൽനടയായിട്ട് ചെന്ന് ഈശോയെക്കുറിച്ച് അറിയിച്ച ഒരു സ്ഥലമാണിതെന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ആവേശവും പ്രചോദനവുമായിരുന്നു. വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് സന്തോഷം തോന്നി. ഈ കോൺഗ്രിഗേഷനോട് എനിക്ക് നല്ല മതിപ്പും സ്നേഹവുമാണ് ഇന്നോളം തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ഒരു സിസ്റ്ററായി തീരണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ അതൊരു ആവേശമായി തന്നെ കടന്നുകൂടി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം, വീണ്ടും 4 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ആദ്യ വ്രതം ഇതേ ദേവാലയത്തിൽ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഈശോയുടെ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യ വ്രത വാഗ്ദാനം നടത്തി. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് ഒരു സ്ത്രീയായിട്ട് ഞാൻ ഈ ലോകത്തിൽ ജനിക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ നമ്മൾ പറയുകയല്ലേ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഈ കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്ററായിട്ട് ജീവിക്കാൻ, ഇങ്ങനെ ഒരു മിഷണറി ആയിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ ഈശോയോട് അങ്ങനെ എനിക്ക് പ്രതിസ്നേഹം കാണിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഈശോയെ സ്നേഹിച്ച് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം ആത്മാക്കളെ നേടാനാണ് എനിക്കിഷ്ടം. ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി സ്വീകരിച്ചിരിക്കുന്ന ഈ കോൺഗ്രിഗേഷനിൽ അംഗമായി തീർന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു, ഏറെ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം മതിപ്പും സന്തോഷവുമാണുള്ളത്. കാരണം എന്നെ ദൈവം ഇത്ര പ്രത്യേകമായ വിധത്തിൽ തിരഞ്ഞെടുത്ത് ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്ന് മിഷൻ പ്രവർത്തനത്തിനായി അയച്ചിരിക്കുകയാണല്ലോ. ആ ഈശോയോട് എനിക്ക് എന്തെന്നില്ലാത്ത സ്നേഹവും ആത്മാക്കളെ നേടുവാനുള്ള വളരെയധികം ആഗ്രഹവുമുണ്ട്. എൻ്റെ ജീവിതത്തിലെ സ്വപ്നവും അതുതന്നെയാണ്. ഇന്നത്തെ യുവജനങ്ങളോട് എനിക്ക് പറയുവാനുള്ള ഒരു കാര്യമുണ്ട്. അതെന്താണെന്നാൽ, നിങ്ങളും ഇങ്ങനെ ഒരു ചലഞ്ചിന് തയ്യാറാകുമോ?
ഈശോയെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമാണ്. പക്ഷേ ജീവിതത്തിലെ പല വിലകളും അവന് കൊടുത്തുകൊണ്ട് അവന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ആ ഈശോയ്ക്ക് വേണ്ടി എല്ലാവരും ആത്മാക്കളെ നേടിക്കൊണ്ട് ഈശോയെ സ്നേഹിക്കുവാൻ എല്ലാവരും ഇങ്ങനെ കടന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നെ ഇതിന് നിയോഗിച്ച നല്ല ദൈവത്തിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിലൂടെ തന്നെയാണ് ഞാൻ നന്ദി പറയുന്നത്. കാരണം മറ്റെന്ത് കൊടുത്താലും പകരമാവില്ല. എൻ്റെ ജീവനും ജീവിതവും മുഴുവൻ സമർപ്പിച്ച് എൻ്റെ നല്ല ദൈവത്തിന് പരിപൂർണ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു.